സ്വകാര്യ പങ്കാളിത്തത്തോടെ മലപ്പുറം ജില്ലയെ വലിയൊരു വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ജബ്ബാർ ഹാജിയും വൈസ് പ്രസിഡന്റ് സ്മിജിയും വാർത്താ സമ്മേളനത്തിൽ. വ്യാവസായിക മേഖലയിൽ മലപ്പുറം മോഡൽ അടയാളപ്പെടുത്തുന്ന വികസന പദ്ധതികളാണ് നടപ്പിലാക്കുകയെന്നും അവർ വ്യക്തമാക്കി. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലുണ്ടായ കുറെ ആഗ്രഹങ്ങൾ നമ്മുടെ ജില്ലയിൽ സ്വാഭാവികമായും വ്യാവസായികമായി നമ്മൾ വളരെ പിന്നിലെന്ന് വെച്ചാൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. എന്നാൽ ഫലപ്രദമായിട്ട് എത്രയോ അഭ്യസ്തരായ യുവാക്കൾ തൊഴിലിതരായി കിടക്കുക ഒരു വ്യവസായ ഹബ്ബ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു വ്യവസായ ഹബ്ബ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രൈവറ്റ് പാർട്ടിയിൽ കൂടാ അങ്ങനെ സ്വകാര്യ സംരംഭങ്ങൾ കൂടി തന്നെ എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സംരംഭം ഉണ്ടാക്കണം എന്നതാണ്. അതിന് നമുക്ക് അതിനുള്ളതായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അതിനുള്ള സ്ഥലങ്ങൾ നോക്കണം. അങ്ങനെ ഏറ്റവും നല്ല ഒരു മെയ്ഡ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു മെയ്ഡ് ഇൻ മലപ്പുറം അത് വിദേശ വിപണിയിൽ പോലും സ്വീകാര്യത ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിലെ ഉൽപ്പന്നങ്ങളെ വിദേശ വിപണിയിൽ എത്തിക്കുന്നതിനായി മെയ്ഡ് ഇൻ മലപ്പുറം എന്ന ബ്രാൻഡ് അവതരിപ്പിക്കും. പൂർണ്ണമായും സംരംഭക സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊപ്പം അഭ്യസ്തവിദ്യരായ യുവാക്കളെയും സ്ത്രീകളെയും വ്യവസായ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഭരണസമിതി ക്യാൻസർ രോഗികൾക്കായി സൗജന്യ റേഡിയേഷൻ തെറാപ്പി സൗകര്യം ഏർപ്പെടുത്തും. സ്ട്രോക്ക് വന്ന രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മൾട്ടി സ്പെഷ്യാലിറ്റി സ്ട്രോക്ക് റിഹാബിലിറ്റേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കും. കിടപ്പിലായ രോഗികൾക്കായി മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ സേവനവും ഉറപ്പുവരുത്തും. വിദ്യാഭ്യാസ മേഖലയിൽ വിജയഭേരി പദ്ധതിയുടെ തുടർച്ചയായി ലോക നിലവാരത്തിലുള്ള ഫിനിഷിംഗ് സ്കൂളുകൾ ആരംഭിക്കും. ഹയർ സെക്കൻഡറി മേഖലയിൽ ജില്ല നേരിടുന്ന സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ പാക്കേജുകളും നടപ്പിലാക്കും. വിനോദത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ജില്ലയിൽ 100 പുതിയ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ DTPCയുമായി ചേർന്ന് ആരംഭിക്കും. സാധാരണക്കാരുടെ ഒത്തുചേരലുകൾക്ക് ഈ കേന്ദ്രങ്ങൾ വേദിയാകും. സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകാത്തതിനാൽ പ്രതിസന്ധിയിലായ വിദ്യാവാഹിനി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്നും ആദിവാസി ഉന്നതികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ജില്ലയിൽ നിന്നാണ് വേറെ കുട്ടികളും മറ്റും പോകുന്നത്. വേറെ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. ഇപ്പൊ പെരിന്തൽമണ്ണയിൽ പദ്ധതി അതുപോലെയുള്ള ഏറ്റവും ഒരു ഫാന്റാസ്റ്റിക് പരിപാടി ഞങ്ങള് ജില്ലാ തലത്തിൽ തന്നെ നടപ്പാക്കണമെന്ന ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു ക്യാൻസർ രോഗികൾക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മളൊക്കെ പോകുമ്പോൾ സീറ്റ് കിട്ടാറില്ല. തിരുവനന്തപുരത്ത് ട്രെയിൻ അത്രമാത്രം ക്യാൻസർ രോഗികൾ ഉണ്ട്. അപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ചികിത്സ ബാധിച്ചതാണ്, താങ്ങാൻ കഴിയാത്തതാണ്. അപ്പൊ അവരെ കൂടി സംരക്ഷിക്കുന്ന ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു നിർണയ അത് ക്യാൻസർ രോഗം മാത്രമല്ല ക്യാൻസർ നിർണയ കേന്ദ്രം അതിനുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. CCN മലപ്പുറം.